തൊപ്പിയും വെച്ച് ഈ വരുന്നവനുണ്ടല്ലോ, അവൻ കയറുന്ന കയറ്റം കണ്ടോ വണ്ടിയിലോട്ട്? സ്മാർട്ടായിട്ട് വരികയാണ്. തൊപ്പിയും വെച്ച് കന്തൂറയൊക്കെ ഇട്ട് കണ്ണങ്കാലിന് മുകളിൽ മുണ്ടുമൊക്കെ ഉടുത്ത് അവൻ വാഹനത്തിലോട്ട് കയറുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും മതപരമായ പരിപാടിക്ക് പോവുകയാണെന്ന്. അതൊന്നുമല്ല, ഇവൻ പോകുന്നത് സെൻട്രൽ ജയിലിലേക്കാണ്. 20 ലക്ഷം രൂപ വില വരുന്ന MDMA-യുമായിട്ടാണ് ഇവന്മാർ രണ്ടുപേരെ ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി നമ്മുടെ കൊട്ടിയത്ത് നിന്ന് പിടികൂടിയത്. ചാത്തന്നൂർ SP-ക്ക് ഒരു വിവരം കിട്ടി. അതായത് ഒരു തൊപ്പി വെച്ചവനും ഒരു തൊപ്പി വെക്കാത്തവനും കൂടി ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇവന്മാർ കഞ്ചാവും മയക്കുമരുന്നൊക്കെ കച്ചവടം ചെയ്യുന്നവനാണ്, ഇവരെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ചാത്തന്നൂർ SP അലക്സാണ്ടർ തങ്കച്ചനും സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം മൈലാപ്പൂര് തെക്കാവുമുക്കിന് സമീപം വെച്ചാണ് ഇവന്മാരെ പിടികൂടുന്നത്. ഇവന്മാരെ പിടിച്ച് ഒരു പരിശോധന നടത്തിയ ഒറ്റ പരിശോധനയിലൊന്നും ഒന്നും കിട്ടിയില്ല. രണ്ടാമത് ഇവന്മാരുടെ ശരീരങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ ഇതായിരിക്കുന്നു ഇവന്മാരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഏകദേശം 20 ലക്ഷം രൂപ വില വരുന്ന നല്ല ഒന്നാന്തരം MDMA. ഇവന്മാർ ആരാണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്കുണ്ടാകും. എവിടുത്തുകാരന്മാരാണ്, എവിടെ നിന്നാണ് വന്നത് എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാകും. എന്തായാലും ഇവൻ്റെ ആദ്യത്തവൻ്റെ പേര്, ആ തൊപ്പിയിട്ടവൻ്റെ പേര് നെടുമ്പന മുട്ടയ്ക്കാവ് സാബർ അറൂഫ് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവനാണ്. ഇവൻ തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവനാണെന്നുള്ള അവകാശം മാത്രമാണ്. ഇവൻ തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യൂല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവർ ഈ വിദ്യാർത്ഥികളെയും അതുപോലെ യുവതലമുറയും ഒക്കെ നശിപ്പിക്കുന്ന രാസലഹരിയും മയക്കുമരുന്നിൻ്റെ ഒന്നും കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കില്ല. അപ്പോൾ ഇവൻ ഒറിജിനൽ തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവനല്ല, മറിച്ച് തങ്ങൾ കുടുംബം എന്ന് അവകാശപ്പെടുന്നവനായിരിക്കും, അത്രയേ ഉള്ളൂ. രണ്ടാമത്തവൻ അതുപോലെ തന്നെ മുട്ടയ്ക്കാവ് നെജുമ മനസ്സിൽ നെജുമൽ എന്ന് പറയുന്ന ഒരുത്തനും. ഇവന്മാർ രണ്ടുപേരെയാണ് പിടികൂടിയത്. തൊപ്പിയിട്ടവൻ ഫ്രണ്ടിലിരുന്നാൽ പോലീസ് ചെക്ക് ചെയ്യില്ല എന്നൊരു തോന്നൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ആറ്റിങ്ങിൽ നടന്ന ഒരു ചെക്കിങ്ങിൽ ഒരു സ്ത്രീയെയാണ് മുമ്പിലിരുത്തി ഇവന്മാർ രാസലഹരി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവനെ ഒരുത്തനെ തൊപ്പിയിട്ടവനെ മുമ്പിൽ കയറ്റി ഇരുത്തി ഇവനെ വെച്ചിട്ടായിരുന്നു ഇവിടെ കച്ചവടം പൊടി പിടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇവന്മാർ തൊപ്പിയിട്ടവനും അല്ലെങ്കിൽ സ്ത്രീകളെയും അല്ലെങ്കിൽ കുട്ടികളെയും ഒക്കെ ഫ്രണ്ടിലിരുത്തി ഇവന്മാർക്ക് ഇങ്ങനെ കച്ചവടം നടത്താമെന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള പോലീസുകാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. തൊപ്പിയിട്ടവനായാലും താടി വെച്ചവനായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും ഏത് സ്വാമിയായാലും ഫ്രണ്ടിലിരുന്നാൽ നിങ്ങൾക്ക് അവരെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താം എന്ന് കരുതിയാൽ അവിടെ നിങ്ങൾക്ക് തെറ്റി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കറക്റ്റായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. നമുക്കിപ്പോൾ 2-3-4 ദിവസമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ രാസലഹരിയും മയക്കുമരുന്നുമാണ് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവമാരെയും യുവമാരെ പോലുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ തീർച്ചയായും പോലീസിന് ഞങ്ങളും ചെയ്തു കൊടുക്കും. എന്തായാലും ചാത്തന്നൂർ SP അലക്സാണ്ടർ തങ്കച്ചൻ, പാരപ്പള്ളി CI നിസാർ, ഡാൻസ് ഓഫ് SI സായി സേനൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവന്മാരെ പിടികൂടിയിട്ടുള്ളത്. ചാത്തന്നൂർ SP ശ്രീ അലക്സാണ്ടർ തങ്കച്ചൻ്റെ വാക്കുകളിലേക്ക്. ഇത് കേരള പോലീസ് കേരളം മൊത്തത്തിൽ നടത്തി വരുന്ന രാസ ലഹരി വേട്ടയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനാണ്. കഴിഞ്ഞ ആഴ്ച കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ IPS കിട്ടിയ രഹസ്യ വിവരം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 300 ഗ്രാമിൽ കൂടുതൽ MDMA-യുമായിട്ട് കേരളത്തിലേക്ക് ഒരു വാഹനം വരുന്നു എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ സബ് ഡിവിഷൻ ഉള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ, എൻ്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് വെളുപ്പിന് അവർ എത്തുമെന്ന ടവർ ലൊക്കേഷനിൽ നിന്നും മറ്റും മനസ്സിലായി. തുടർന്ന് ഡാൻസ് ഓഫ് ടീം SI സായി സേനൻ, അവരുടെ കൂട്ടത്തിലുള്ള മനു, ഹരി, അങ്ങനെ ആ ടീം മൊത്തത്തിലും എൻ്റെയും ടീം അംഗങ്ങളും പ്രജീഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ ചേർന്ന് വെളുപ്പിന് 3 മണിക്ക് ഈ വാഹനം ക്രോസ് ചെയ്ത് പിടിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സാബിറ റൂഫ്, പ്രതിയുടെ പേര് സാബിറ റൂഫ് ഏലിയാസ് തങ്ങൾ, ഒരു നജ്മൽ, ഇവര് പിടിയിലായിട്ടുണ്ട്. ഇവര് കുറെ നാളുകളായിട്ട് ഈ കച്ചവടം നടത്തി വരികയാണ്. പക്ഷെ നമുക്ക് റിലയബിളായിട്ട് അവർക്ക് കൊണ്ടുവരുന്ന സമയവും കാര്യങ്ങളും കിട്ടിയില്ല. എന്തായാലും ഇവരിപ്പോൾ പിടിയിലായിട്ടുണ്ട്. 300 ഗ്രാമോളം MDMA പിടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ 20 ലക്ഷം രൂപയോളം വില മതിക്കുമെന്നാണ് പറയുന്നത്. നടന്ന ഓപ്പറേഷനാണ്.